ഇടുക്കി ചെറുതോണിയിൽ പെരിയാറിന് കുറുകെ തടിയമ്പാട് ചപ്പാത്തിന് പകരം നിർമ്മിക്കുന്ന പുതിയ പാലത്തിന്റെ രൂപരേഖയ്ക്ക് അംഗീകാരമായി. ഇടുക്കി ഡാം തുറക്കുമ്പോഴും മഴക്കാലത്തും വെള്ളത്തിനടിയിലാകുന്ന ചപ്പാത്താണ് പുനർനിർമ്മിക്കുന്നത്. പുതിയ പാലത്തിനായി 32 കോടി രൂപയാണ് കേന്ദ്ര സർക്കാർ അനുവദിച്ചത്. സംസ്ഥാനത്തിന് ലഭിച്ച 6 പാലങ്ങളിൽ ഏറ്റവും നീളവും ഉയരമുള്ളതും തുക വകയിരുത്തിയിട്ടുള്ളതുമായ പാലമാണ് തടിയമ്പാട് നിർമ്മിക്കുന്നത്. 2018 മഹാപ്രളയത്തിലും പിന്നീട് ഇടുക്കി ഡാം തുറന്നപ്പോഴുമെല്ലാം ചപ്പാത്ത് തകർന്നതോടെയാണ് പുതിയ പാലം എന്ന ആവശ്യം ഉയർന്നത്. 2023 സേതുബന്ധൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ആവശ്യമായ തുകയും അനുവദിച്ചു. 223 മീറ്റർ നീളവും 12 മീറ്റർ വീതിയുമാണ് പാലത്തിനുള്ളത്. 7 മീറ്റർ വീതിയിൽ BMBC നിലവാരത്തിൽ ടാറിംഗ് പൂർത്തിയാക്കും. ഇരുവശത്തും 1.5 മീറ്റർ വീതിയിൽ വിങ്സും 1 മീറ്റർ വീതിയിൽ നടപ്പാതയും ക്രമീകരിക്കും. 31 മീറ്റർ നീളമുള്ള 6 സ്പാനുകളും 2 ചെറിയ സ്പാനുകളും പാലത്തിനുണ്ടാകും. തീർച്ചയായിട്ടും അത് ഹൈറേഞ്ച് മേഖലയുടെ വികസനത്തിന് വേണ്ടി, പ്രത്യേകിച്ചും ചെറുതോണി ജില്ലാ ആസ്ഥാനം എന്നുള്ള നിലയിൽ ഈ പാലം യാഥാർത്ഥ്യമാകുക വഴിയായി ഒരു വലിയ നേട്ടം. പ്രത്യേകിച്ച് ഇപ്പോൾ NHന്റെ വികസനം, NH 185 അടിമാലി മുതൽ കുമളി വരെ 30 മീറ്റർ വീതിയിൽ അതിൻ്റെ സ്ഥലമെടുപ്പ് നടപടികൾ ആരംഭിക്കാൻ പോവുകയാണ്. അപ്പോൾ അതോടൊപ്പം കണക്ട് ചെയ്തുകൊണ്ട് ഈ ഒരു പാലം തടിയമ്പാട് ടൗണുമായി ബന്ധപ്പെട്ട് തൊട്ടപ്പുറത്ത് മരിയാപുരം പഞ്ചായത്തിലേക്ക് വരുമ്പോൾ അത് നാഷണൽ ഹൈവേയുടെ ഒരു പുതിയ ബൈപ്പാസായി അത് പരിഗണിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. ജില്ലാ ആസ്ഥാനത്തെ ടൂറിസം സാധ്യതകൾ കൂടി പരിഗണിച്ച് ആകർഷകമായ ഡിസൈനിലാണ് പാലം രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ ഡിസൈനെ സംബന്ധിച്ചിടത്തോളം ഒരു ടൂറിസം രംഗത്തും കൂടി പ്രചോദനം ലഭിക്കത്തക്ക വിധത്തിലുള്ള മനോഹരമായ ഡിസൈനാണ് ഈ പാലത്തിന് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഇടുക്കിയിലെ വികസിതമായിട്ടുള്ള ഒട്ടേറെ ടൂറിസം പ്രോജക്റ്റുകൾ വരുമ്പോൾ തടിയമ്പാടെ മനോഹരമായ പാലവും കൂടി അതിൻ്റെ ഭാഗമായി മാറുന്നു എന്നുള്ളത് ഏറെ പ്രത്യേകതയാർജിച്ച കാര്യമാണ്. മരിയാപുരം, വിമലഗിരി, കരിക്കിൻതോളം ഭാഗങ്ങളിലേക്കുള്ള യാത്ര തടസ്സപ്പെടാത്ത വിധം നിലവിലുള്ള ചപ്പാത്ത് നിലനിർത്തിയാണ് പാലം പണിയുക. പുതിയ പാലം പൂർത്തിയാകുന്നതോടെ ഇടുക്കി ചെറുതോണി തടിയമ്പാട് റോഡിന് ഉന്നത നിലവാരമുള്ള ഒരു സമാന്തരപാത കൂടിയാകും. മീഡിയ 1 ഇടുക്കി.